ഹോട്ടൽ നോക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ ഇത് കണ്ടു. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് മറന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഓർമ്മ വരുന്നെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. 2 days നമുക്ക് 3000 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഗെയിമുണ്ട്, ജിമ്മുണ്ട്, പൂളുണ്ട്, പിന്നെ റൂംസൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബാൽക്കണിയൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ റൂംസൊക്കെ. നമ്മൾ പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. പിന്നെ ഫുഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അവർ പെട്ടെന്ന് ഓടി വരികയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തരാൻ എല്ലാം ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം മേ ബി ആരെങ്കിലുമൊക്കെ ഗോവ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഹോട്ടലിനെ ബന്ധപ്പെടുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേര് മറന്നു. ഞാൻ പേര് കിട്ടുന്നെങ്കിൽ എന്തായാലും ഞാൻ പറയാം. അപ്പോൾ നമ്മൾ റൂം നോക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പോകുന്ന വഴിയാണ് നമ്മൾ നടന്ന് പോകുന്നത് ഗൈസ്. പൂളൊക്കെ അടിപൊളിയാണ്. നല്ല കാമായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഫിക്സ് ആക്കിയായിരുന്നു. എന്നിട്ട് നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂമിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ റൂം കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ റൂം? എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊരു എന്ത് പറയാനാ, നല്ല രസമുണ്ട്. ഇതാട്ടോ ടോയ്ലറ്റും ബാത്റൂമും പ്രത്യേകമാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഓപ്പണാക്കി കാണിച്ചു തരാം. അവിടെ നിന്ന് നേരെ കാണുന്നത് സ്വിമ്മിങ് പൂളിൻ്റെ വ്യൂ ആട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക. ഓക്കെ, കണ്ടോ നിങ്ങൾ? ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ പാർട്ടീസൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാനൊരു ടീ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. 2 days ഫുഡൊന്നും കറക്റ്റ് അല്ലായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഒരു ചെറിയ മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ചിരുന്നു. അന്ന് നമ്മൾ പുറത്തങ്ങനെ അധികം പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന ആ ക്ഷീണമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു കേട്ടോ. അതൊരു കേരള ഹോട്ടലായിരുന്നു. അപ്പോൾ മഴയൊക്കെ കണ്ട് ഞാൻ ടീയൊക്കെ കുടിച്ചു കഴിച്ചു. പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് നേരെ നമ്മൾ താഴോട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ കോലം കണ്ടു, ഭയങ്കര അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. മീനുകളൊക്കെ ഉണ്ട് ഗൈസ് അവിടെ. നല്ല നല്ല മീനുകൾ. എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാട്ടോ നമ്മൾ പോയത്. ആദ്യം നമ്മൾ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെയാണ് അവിടെ കാട്ടി